അങ്ങനെ പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും എന്നെ വിളിക്കണമല്ലോ. ദൃശ്യം കഴിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നോക്കി കാണുന്നത് അങ്ങനെ വേണമല്ലോ. നമുക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനും അങ്ങനെ ഒരേപോലെ എപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാജോൻ ചേട്ടാ, ഓക്കെ ചേട്ടാ, മൈ ബോസ് എന്നുള്ള ജിത്തു ജോസഫിന്റെ സിനിമ ചേട്ടന്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അതിനുശേഷം ദൃശ്യം എന്നുള്ള സിനിമയും ചേട്ടന് ജിത്തു ജോസഫ് സാർ തരുന്നു. ചേട്ടനൊരു കരിയറിന്റെ ഒരു പീക്ക് ടൈമിലേക്ക് പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ഒരു ഡൗൺ വന്നായിരുന്നു. പക്ഷെ പിന്നെയും ഇപ്പോ ബ്രോമാൻസ്, ഔസേപ്പിന്റെ ഒസ്യത്ത് പോലുള്ള സിനിമകളുടെ വീണ്ടും ബാക്ക് ടു ട്രാക്ക് എന്നുള്ള രീതിയിലോട്ട് ഷാജോൻ ചേട്ടൻ വരികയാണ്. അപ്പൊ കരിയറിലെ ഈ അപ്സ് ആൻഡ് ഡൗൺസിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? വളരെ നല്ല രീതിയിൽ തന്നെ നോക്കി കാണുന്നത് അങ്ങനെ വേണമല്ലോ. നമുക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനും അങ്ങനെ ഒരേപോലെ എപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇതെല്ലാ സിനിമകളും നമ്മൾ എഴുതി നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യുന്നതല്ലല്ലോ. ഇത് ഓരോരോ ഡയറക്ടേഴ്സും ഓരോരോ റൈറ്റേഴ്സും അവർ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു, അതിലേക്ക് അവർ നമ്മളെ ചൂസ് ചെയ്യണം അല്ലേ. എനിക്കിപ്പം ഇവിടെ ഹിറ്റാവുന്ന എല്ലാ സിനിമയിലും അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ എല്ലാ സിനിമയ്ക്കും നമ്മളെ ഉൾപ്പെടുത്താൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാ സിനിമയും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് വരുന്ന സിനിമകളെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ആ സിനിമകളെ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാ സിനിമകളും ചിലപ്പം വിജയിച്ചെന്ന് വരില്ല. അപ്പം വിജയിക്കാതെ വരുമ്പോൾ ഡൗൺ വരും, വിജയിക്കുമ്പോൾ അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ല. നല്ല ഡയറക്ടേഴ്സിൻ്റെയും നല്ല റൈറ്റേഴ്സിൻ്റെയും നല്ല പ്രൊഡ്യൂസേഴ്സിൻ്റെയും സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് വലിയ ഭാഗ്യം അല്ലേ. അപ്പോൾ അതൊന്നും ഒരു ആക്ടറുടെ മാത്രം കാര്യമല്ല. ഈ അപ്പ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് ഒരു ആക്ടറുടെ മാത്രം കയ്യിലിരിപ്പ് കൊണ്ട് വരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്രം കുഴപ്പമല്ല. അത് നല്ല സിനിമകളിൽ അദ്ദേഹം ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന് നല്ല സിനിമകൾ വരും, അത് മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ എല്ലാവർക്കും ഉണ്ടാകും കേട്ടോ. റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനും എല്ലാം ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും നമുക്ക് മാത്രം എല്ലാവർക്കും വരുന്നതാണ്. ഡൗൺസ് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിച്ച് ഇനി ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്പോൾ വരും. അങ്ങനെയാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്, അങ്ങനെയാണല്ലോ. നല്ല രീതിയിൽ തന്നെ നോക്കുകയാണ്, അത്രേ ഉള്ളൂ. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളായിട്ടുള്ള ജിത്തു ജോസഫ് സാറിന് ഷാജോൻ ചേട്ടന് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ചേട്ടന് തോന്നിയിട്ടുണ്ടോ? എന്താണ് ഈ ഇഷ്ടത്തിന് കാരണം എന്ന്? അങ്ങനെ പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും എന്നെ വിളിക്കണമല്ലോ. ദൃശ്യം കഴിച്ചിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാനും അതിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോഴേ അദ്ദേഹം വിളിക്കുള്ളൂ. ഞാൻ ജിത്തു ജോസഫ് എന്നൊരു ഫിലിം മേക്കറെ മനസ്സിലാക്കിയിട്ടുള്ളത്, ആവശ്യമില്ലാതെ ഒന്ന് ഫോൺ ചെയ്യുന്നതോ ആവശ്യമില്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് പോയിട്ട് സംസാരിക്കുന്നതോ അദ്ദേഹത്തെ പോയി കാണുന്നതോ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് അദ്ദേഹം. അത് എനിക്കിപ്പോഴല്ല, പണ്ട് മുതൽ അറിയാവുന്ന. മൈ ബോസിലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതും. അതിനുശേഷവും നമ്മൾ ഈ സിനിമയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ മറന്നു പോകും. ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിച്ചേക്കണം, എന്നാലേ വേഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മൈ ബോസ് കഴിഞ്ഞ് അടുപ്പിച്ച് വിളിച്ചപ്പം ജിത്തു തന്നെ എന്നോട് പറഞ്ഞു, ഷാജോനെ ഇങ്ങനെ അടുപ്പിച്ച് വിളിക്കണമെന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ സിനിമയിൽ ഷാജോണിന് പറ്റുന്നൊരു വേഷം ഉണ്ടെങ്കിൽ ഞാൻ ഷാജോണിനെ വിളിച്ചിരിക്കും. അത് ഷാജോൻ എന്നെ വിളിച്ചാലും ശരി, വിളിച്ചില്ലെങ്കിലും ശരി. അപ്പം നമുക്ക് ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലായില്ലേ. അപ്പം അതിനുശേഷമാണ് ഞാൻ പോലും ആഗ്രഹിക്കുക അദ്ദേഹം എന്നെ ദൃശ്യത്തിലോട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ദൃശ്യം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും എന്നെ വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഷാജോണിന് പറ്റുന്ന ക്യാരക്ടർ വരുമ്പോൾ ഞാൻ ഷാജോണിനെ തന്നെ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക ഇഷ്ടത്തിൻ്റെ പുറത്തല്ല വരുന്നത്. ഇത് നമ്മൾ ചില ക്യാരക്ടേഴ്സ് ചെയ്യാൻ, പ്രത്യേകിച്ച് ജിത്തു ജോസഫിനെ പോലെ, അല്ലെങ്കിൽ പോത്തനെ എഴുതിക്കൊണ്ട് പറയല്ല, ഞാൻ പോത്തനോട് പറയുന്നുണ്ട്, ഞാനൊരു അവസരം ചോദിച്ചുകൊണ്ട് പോത്തൻ്റെ സിനിമയിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നെങ്കിലും എൻ്റെ ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ വരുമ്പോൾ എന്നെ തന്നെ വിളിക്കണം കേട്ടോ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എപ്പോഴും ഞാൻ പോത്തനെ കാണുമ്പോൾ സുഖമാണോ, എന്നാണ് വിശേഷം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അടുത്ത പടത്തിൽ ഷാജോൺ നായകൻ കേട്ടോ, ഒരിക്കലും പോത്തൻ അങ്ങനെ തീരുമാനിക്കില്ല. അവരുടെ സിനിമകൾ നമുക്ക് പറ്റുന്നൊരു ക്യാരക്ടർ വന്നാൽ നമുക്ക് ഷാജോണിനെ ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാം. ഇവരെ പോലുള്ള പോത്തനെ പോലെ ജിത്തു ജോസഫ് അതുപോലുള്ള കഴിവുകൾ തെളിയിച്ച് ഇപ്പോഴും നല്ല നല്ല സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിൻ്റെയും റൈറ്റേഴ്സിൻ്റെയും പ്രൊഡ്യൂസേഴ്സിൻ്റെയും ശ്രദ്ധയിൽപ്പെടത്തക്ക രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ.